സിസ്റ്റർ, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ദിവ്യകാരുണ്യ യേശു, ഹോളി സാക്രമെന്റ്. ഐ നോ ദാറ്റ്. ദാറ്റ്സ് നോട്ട് മൈ ഡൗട്ട്. വാട്ട് യു മീൻ? കാണുന്നവർക്ക് കൊതി തോന്നുന്ന പോലെ, അല്ലെങ്കിൽ ദൈവികമായ ഒരു അസൂയ തോന്നുന്ന പോലെ ദിവ്യകാരുണ്യ യേശു ഇങ്ങനെ നോക്കിയിരിക്കാൻ സിസ്റ്റർക്ക് ആരെ ഇൻസ്പയർഡ് ആയെന്ന്? മോൺസിഞ്ഞോർ സി.ജെ. വർക്കിച്ചൻ, അവർ ഫാദർ ഫൗണ്ടർ. കുഞ്ഞുനാളിലെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രം. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? വാ. നിങ്ങൾ കസിൻസാ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചേ? സിസ്റ്റർക്ക് അച്ഛനെ ചെറുപ്പം തൊട്ടേ അറിയാന്ന് പറഞ്ഞപ്പോ. അതെന്താന്നറിയോ? വർഷങ്ങൾക്ക് മുൻപ് കൊളത്തുവയലിൽ വർക്കിച്ചനൊരു പ്രൈവറ്റ് കോളേജ് തുടങ്ങിയിരുന്നു, നിർമ്മല കോളേജ്. അമ്മ അവിടെ പഠിപ്പിക്കാൻ പോകുമ്പോ പലപ്പോഴും എന്നെയും കൊണ്ടുപോകും. അവിടെ കളിച്ചു നടക്കുന്നതിനിടയിൽ അച്ഛനിങ്ങനെ ദിവ്യകാരുണ്യ യേശുവെ തന്നെ നോക്കി നിൽക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്ത് അത്ഭുതം കണ്ടിട്ടാ അച്ഛനിങ്ങനെ നോക്കി നിൽക്കുന്നേന്ന്. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പോ സിസ്റ്റർ ഈശോയുടെ മുൻപിലിരിക്കുമ്പോ എന്നെ പോലുള്ളവര് അന്ന് സിസ്റ്റർ ചിന്തിച്ച പോലെ ചിന്തിക്കും, എന്ത് അത്ഭുതം കണ്ടിട്ടാ സിസ്റ്റർ ഇങ്ങനെ ഈശോയെ തന്നെ നോക്കിയിരിക്കുന്നേന്ന്. ആണോ? എന്റെ ഏറ്റവും വലിയ സ്വപ്ന വർക്കിച്ചനെ പോലെ ഈശോയെ തന്നെ നോക്കിയിരിക്കാനും ഈശോയുടെ ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാനും. സിസ്റ്ററിന് അതെന്തായാലും പറ്റും. വർക്കിച്ചൻ ഇന്ന് ഈശോയെ തന്നെ നോക്കിയിരുന്ന് ഈശോ പറയുന്നത് പോലെ ചെയ്തോണ്ടാ ഞങ്ങൾക്ക് ഇന്ന് MSMI സിസ്റ്റേഴ്സിനെ കിട്ടിയത്. ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങള് ഫ്രണ്ട്സ് കൂടുമ്പോ പറയാറുണ്ട്, സിസ്റ്ററിന്റെ പ്രെയർ തന്നെ സിസ്റ്ററിന്റെ ലൈഫ് എന്ന്. അല്ല, ചിലർക്ക് പ്രെയറേ ഉള്ളൂ, ലൈഫില്ല. അത് ശരി, നിങ്ങളുടെയൊക്കെ ചർച്ചാ വിഷയം ഇതൊക്കെയാണല്ലേ? പിന്നല്ല. സിസ്റ്ററിന്റെ സൂപ്പർ ഹീറോ ആരാന്ന് ഞാൻ പറയട്ടെ? പറ കേക്കട്ടെ. വർക്കിച്ചൻ? നോ, നെവർ. എന്റെ സൂപ്പർ ഹീറോ ദിവ്യകാരുണ്യ യേശോയാ. അതിലേക്ക് എത്തിച്ച റോൾ മോഡലാണ് വർക്കിച്ചൻ. എന്റെ പൊന്നോ, സിസ്റ്റർ ഒരു രക്ഷയില്ലാട്ടോ. ചുരുക്കി പറഞ്ഞ അച്ഛന്റെ മാനസപുത്രിയാണല്ലേ സിസ്റ്റർ? അയ്യോ, അതിനവകാശം വേറൊരാളാ. ചെറിയൊരു തിരുത്തുണ്ടെന്ന് മാത്രം. മാനസപുത്രിയല്ല, മാനസപുത്രൻ. അതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് പോയാൽ മതി. പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. മാനസപുത്രനോ? അതാരാ? അത് ഞാൻ മോൾക്ക് വേറൊരു ദിവസം പറഞ്ഞുതരാട്ടോ. ഇപ്പൊ സിസ്റ്ററിന്റെ പിള്ളേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോട്ടെ. നമുക്കേ ഒന്ന് വിളക്കുന്നൂര് വരെ പോയാലോ? ഞാനും അത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു, അവിടെ വരെ ഒന്ന് പോകണമെന്ന്. ആലീസേ, വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു എന്നൊക്കെ ന്യൂസ് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് വേറൊരു മനുഷ്യനാ. അതാരാ? നമ്മുടെ സി.ജെ. വർക്കിച്ചൻ. വർക്കിച്ചൻ ആ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കല്യാണം നടത്തിയത്. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. വർക്കിച്ചൻ ശരിക്കും തിരുവോസ്തിയിലെ ഈശോയുടെ മുഖം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണെന്ന് മാത്രം. സത്യം. ഷാലോം ടിവിയിലൂടെയും MSMI സിസ്റ്റേഴ്സിലൂടെയും ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകള് അതിന്റെ തെളിവാ. ഈ MSMIക്കാരുടെ സ്ഥാപകൻ വർക്കിച്ചനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഷാലോം ടിവി തുടങ്ങിയത് ബെന്നി സാറല്ലേ? അതെ അതെ. പക്ഷേ ബെന്നി സാറിന് വർക്കിച്ചൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു പുസ്തകം വാങ്ങിച്ചോണ്ട് വന്നില്ലേ? പ്രലോഭനങ്ങളെ വിട. അതൊന്ന് വായിക്കണം. ഒരാത്മീയ പിതാവും മകനും എങ്ങനെയാവണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. തിരുവോസ്തിയിൽ ഈശോയെ നേരിട്ട് കണ്ട് ആലോചന ചോദിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. അതിനകത്ത് ബെന്നി സാർ എന്നാ എഴുതിയിരിക്കുന്നതെന്നറിയോ? വേണ്ട വേണ്ട, ഞാൻ വായിച്ചോളാം. എന്നാ ഇപ്പൊ നിങ്ങൾ വായിച്ചോ. സിസ്റ്റർ, ഞാൻ ചെറിയൊരു ടാസ്ക് തരട്ടെ? എന്ത് ടാസ്ക്? ഒരേ സമയം നമുക്ക് വിരുന്നൊരുക്കുന്നത് നമ്മുടെ വിരുന്നുകാരനാവുന്നത് ആരാന്നറിയാവോ? ഒരേ സമയം വിരുന്നുകാരനാവുന്നതും വിരുന്നൊരുക്കുന്നതും ഒന്നുകൂടെ ചോദിച്ചേ. ഒരേ സമയം നമുക്ക് വിരുന്നൊരുക്കുന്നത് നമ്മുടെ വിരുന്നുകാരനാവുന്നത് ആരാന്നറിയാവോ? ദിവ്യകാരുണ്യ യേശു. കറക്റ്റ്. കൊടുക്കുണ്ണി. ഉത്തരം പറഞ്ഞതിനാണേ. താങ്ക് യു. ഞങ്ങളെ കാണുമ്പോഴൊക്കെ ഇനി ഇതുപോലത്തെ ടാസ്ക് പ്രതീക്ഷിക്കാട്ടോ. ആയിക്കോട്ടെ. ഒരു നല്ല ഗുരുവിനെ കിട്ടുക ശിഷ്യന്റെ ഭാഗ്യമാണ്. തൻ്റെ ശിഷ്യൻ തന്നേക്കാൾ വലുതാകണമെന്ന വിശാല മനസ്സുള്ള ഗുരുവാകുമ്പോൾ ആ ഭാഗ്യം ഇരട്ടിക്കും. ദിവംഗതനായ മോൺസിഞ്ഞോർ സി.ജെ. വർക്കിച്ചൻ്റെ അനുഗ്രഹം എന്നെ അത്തരത്തിലുള്ളൊരു ഭാഗ്യവാനാക്കി. അച്ഛന് പ്രായമാകും തോറും എൻ്റെ ഉള്ളിൽ ആകുലത രൂപപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ, അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഷാലോം നടത്തിക്കൊണ്ടു പോകേണ്ടത്? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഷാലോം തുടങ്ങിയത് കർത്താവല്ലേ,
അതെങ്ങനെയാ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കർത്താവ് തന്നെയാണ്. മാതാവും ഈശോയും കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, അവർ നയിച്ചോളും. നീ ഒത്തിരി ഭയപ്പെടുകയൊന്നും വേണ്ട. വർഗജ, അങ്ങിപ്പോഴും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 24 ഈ ഓർമ്മ ദിവസം മാത്രമാണ് അങ്ങ് ഞങ്ങൾക്ക് മരിച്ചവരിൽ ഒരാൾ. അല്ലാത്ത നേരങ്ങളിലെല്ലാം ഞങ്ങളുടെ ആത്മീയ ജീവന്റെ ശ്വാസം നിറയെ അങ്ങുണ്ട്. കാരണം ദിവ്യകാരുണ്യ ഈശോയെ മണിക്കൂറുകളോളം ഇമപെട്ടാതെ നോക്കിയിരിക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് വല്ലാത്തൊരാത്മീയ ഊർജമാണ്. ഇനിയും ആത്മീയ സാന്നിധ്യമായി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.